അങ്ങനെ നമ്മുടെ സാബു മോനും ശ്വേതാ മേനോനും വീഡിയോ കോളിലൂടെ നമ്മുടെ ബി ഹൗസിലേക്ക് വരികയാണ് ലാലേട്ടൻ്റെ കൂടെ. ലാലേട്ടൻ ചോദിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ടാസ്കൊക്കെ. വളരെ മോശമായിരുന്നു എന്ന് വ്യക്തമായി തന്നെ പറയുന്നത് നമ്മുടെ സാബു മോനും ശ്വേതാ മേനോനും. അവിടെയുള്ള പവർ ടീമിനെ എടുത്തു പറയുന്നു, പ്രത്യേകിച്ച് അൻസിബയെ. ശ്വേതാ മേനോൻ പറയുന്നുണ്ട് അൻസിബയെക്കുറിച്ച്. ശ്വേത അൻസിബയെക്കുറിച്ച് പറഞ്ഞത് അൻസിബയെ പേഴ്സണലായിട്ട് അറിയാവുന്നൊരു വ്യക്തിയായിട്ട് പോലും വന്ന് ആ ഒരു സ്നേഹം കാണിക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. ശ്വേത വിളിച്ചിരുത്തിട്ട് പോലും നല്ല രീതിയിൽ സംസാരിച്ചിട്ടില്ല. ഇതൊക്കെയാണ് പറയുന്നത്. സത്യമല്ലേ? അൻസിബ ഏത് വലിയ സംഭവമാണ് എന്ന രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പം അൻസിബ പറഞ്ഞാൽ ആ ഒരു ഹോട്ടലിൽ ഓണറല്ലേ, അപ്പോൾ ഓണേഴ്സ്മാർ അതേപോലെ നിൽക്കണമെന്ന്. ഓണേഴ്സ് ഇതേപോലെ നിൽക്കണം. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് നേരെ വർക്ക് ചെയ്താക്കണോ, അതോ വരുന്ന ഗസ്റ്റിനെ കൊണ്ട് അടുക്കള പണി ചെയ്യിപ്പിക്കണോ? ഇതാണ് ഓണേഴ്സ് ചെയ്യേണ്ട പരിപാടി. സത്യത്തിൽ ആ ടാസ്ക് മാക്സിമം കുളവാക്കിയൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ അൻസിബയാണ്. അൻസിബ പറയുന്ന ഓരോ കാര്യങ്ങൾക്ക് ചെവി കൊടുത്തുകൊണ്ട് ബാക്കി പവർ ടീംമാരും നമ്മുടെ അടിമക്കണ്ണ് ഋഷിയും. സത്യത്തിൽ എന്തായാലും അടിമക്കണ്ണ് ഋഷിയെക്കുറിച്ചും ഒക്കെ നമ്മുടെ ശ്വേതാ മേനോനും സാബു മോനും പറയുന്നു. ഈ അൻസിബ പറയുന്നതിന് ഒത്ത് വാലാട്ടുന്നൊരു നമ്മുടെ ഋഷിയായിരുന്നു എന്ന് പറയുന്നു. സത്യമല്ലേ? HR കറക്റ്റായിട്ട് എന്തുവാണ് നമ്മുടെ അൻസിബ പറയുന്നത് അത് മാത്രമേ പറയത്തുള്ളൂ. അത് സാബു മോൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് നമ്മുടെ ഈ മുടിയൻ്റെയും അതുപോലെ തന്നെ അൻസിബയുടെ മുഖം കാണുമായിരുന്നു. ശ്വേതയും പറയുന്നു എന്തുകൊണ്ടാണ് ഈ പവർ ടീം ഇങ്ങനെ കാണിക്കുന്നതെന്ന്. ശ്വേത പറയുന്നു എനിക്കൊന്ന് ആ പവർ റൂം കാണുമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ചെന്ന് പവർ റൂമിൽ ചോദിക്കുന്നു. അൻസിബ പറയുന്ന അനുസരിച്ച് വന്നാണ് എന്നോട് പറയുന്നതെന്ന്. അവരെല്ലാവരും വാച്ച് ചെയ്ത് 2 ദിവസം കൊണ്ട് വാച്ച് ചെയ്ത് അൻസിബയാണ് അവിടെ എല്ലാ കാര്യങ്ങളും കുളവാക്കുന്നതെന്ന്. അതുപോലെ തന്നെ നമ്മുടെ സാബുമ ചോദിക്കുന്നു പവർ ടീമിൽ ഒരാണൊരുത്തം ഉണ്ടായിരുന്നു, അയാളുടെ ഒരു അനക്കം പോലും ഇല്ലായിരുന്നു. ശരിയല്ലേ? അഭിഷേക് അവിടെ ഉണ്ടായിരുന്നോ എന്ന് പോലും അറിയില്ല. അഭിഷേകിൻ്റെ ഒരു വാക്ക് പോലും അവിടെ കേട്ടില്ല. ഈ ഒരാഴ്ച എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു കേട്ടോ അഭിഷേക്. ഒരൊറ്റ കാര്യത്തിൽ പോലും അഭിഷേക് ഇടപെട്ടിട്ടില്ല. ഈ ഒരൊറ്റ ടീമിൽ പവർ ടീം വന്ന ശേഷം ഒന്നിനും വാ തുറന്നിട്ടേ ഇല്ല. അപ്പം അതൊക്കെ എടുത്തു പറയുന്നുണ്ട്. അഭിഷേകമൊക്കെ അവിടെ ഉണ്ടെന്ന് പോലും തോന്നുന്നില്ല. ഒരാണൊരുത്തം അവിടെ ഉണ്ടായിട്ട് അവൻ്റെ അനക്കം പോലും ഇല്ലായിരുന്നാണ് സാബുമ്മ എടുത്തു പറഞ്ഞത്. സത്യത്തിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത് അൻസിബ ഞാനൊരു പാവമാണ്, നല്ല കുട്ടി ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലുള്ള ഒരു അഭിനയം കാഴ്ചവെക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അഭിനയിച്ചു കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നല്ല കുട്ടിയായിട്ട് ഇരിക്കാൻ, എന്നിട്ട് മറ്റുള്ളവർ തനിക്ക് പറയാനുള്ളതൊക്കെ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുക. അതായത് കുറച്ച് ആളുകൾ തൻ്റെ അടിമകളായിട്ട് നിർത്തിക്കൊണ്ട് തനിക്ക് എന്തൊക്കെയാണോ പറയാൻ ചെയ്യാനുള്ളത് അത് അവരെ കൊണ്ട് പറയിക്കുക. എന്നിട്ട് ഒന്നുമില്ലാത്ത പോലെ പാവത്തിനെ പോലെ മാറി പതുക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ മാറിയിരിക്കുക. ഇതാണ് സത്യത്തിൽ അൻസിബയോട് ചെയ്യുന്നത്. പല ആളുകളും പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നു, അവർക്ക് പറയാനുള്ള കാര്യമെല്ലാം പറയുന്നു, അല്ലെങ്കിൽ ഒച്ചെടുക്കുന്നു, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. പക്ഷേ അൻസിബ അങ്ങനെയല്ല. അൻസിബ ഇങ്ങനെ പതുങ്ങി ഇരുന്നു കൊണ്ട് ഭയങ്കരമായിട്ട് ക്രൂഷ്യലായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ വീട്ടിലെ വൃത്തിയില്ലായ്മ എന്ന് പറയുമ്പോൾ ജാസ്മിന് മാത്രമാണ് ആ വീട്ടിൽ വൃത്തിയില്ലാത്തതെന്നാണ് പറയുന്നത്. അപ്പം സാബു മോനും ശ്വേതയും പറയുന്ന ആ വീട്ടിൽ ആർക്കും വൃത്തിയില്ല, ആ രീതിയിലാണ് പറയുന്നത്. കാര്യം അത്രയ്ക്കും അഴുക്കും പൊടിയാണ് അവിടെ കൂടി കിടക്കുന്നത്. ഇതെല്ലാം ഇപ്പം ജാസ്മിൻ ഇട്ട അല്ലല്ലോ. ഇപ്പം എന്തെങ്കിലും പറയുന്നുണ്ട് ജാസ്മിന് വൃത്തിയില്ലെന്ന് പറയുന്നത്. ഇപ്പം ജാസ്മിൻ മാത്രമല്ല, അവിടെയുള്ള എല്ലാവരും കണക്കാണെന്നാണ് വന്ന് നിന്ന് അവിടുത്തെ അനുഭവസ്ഥർ പറയുന്നത്. അതായത് നമ്മുടെ സാബുമോനാണെങ്കിലും ശ്വേത ആണെങ്കിലും പറയുന്നത് ആർക്കും അവിടെ വൃത്തിയില്ല, അത്രത്തോളം അഴുക്കും പൊടിയും അവിടെ കൂടി കിടക്കുക പറയുന്നത്. ആ ജിൻ്റെ ഒന്ന് അടിച്ച് വൃത്തിയാക്കും സൂപ്പറായിട്ട്. അതല്ലാതെ അവിടെ ആര് ചെയ്യും വൃത്തിയായിട്ട്? ആരും ചെയ്യത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ശ്വേത പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഞാനൊരു ടാസ്ക് ജാസ്മിന് കൊടുത്തു, ഞാനൊരു ഗസ്റ്റാണ് ആ വീട്ടിൽ, അപ്പോൾ ഗസ്റ്റിന് അവിടെ ഒരു പ്രാധാന്യമുണ്ട്, അതുപോലും പവർ ടീമുകാർ തന്നില്ല. ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഗസ്റ്റ് പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ട് പോലും പവർ ടീമിൽ അൻസിബയും റസ്മിനും ആ ഒരു കിച്ചൺ ഏരിയ വന്നത് പോലും ഇല്ലെന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ലാട്ടൻ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന്. അപ്പം നമ്മുടെ അൻസിബ പറയുന്നത് അതെനിക്ക് അടുക്കള ജോലി ഉണ്ടായിരുന്നു എന്ന്. അപ്പം അടുക്കളയിലെ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് വേണം ഒരു ഗസ്റ്റ് വിളിക്കുമ്പോൾ ചെല്ലാൻ. പക്ഷേ അത്രത്തോളം പോലും ഗസ്റ്റിന് ഒരു വിലയും ഇല്ലായിരുന്നു എന്ന് പറയുന്നു. മാത്രമല്ല ഞാൻ അവിടെ ഒരു രാജ്ഞിയായിട്ടാണ് ലാലേട്ടൻ ചെന്നത്, പക്ഷെ അവിടെ ഞാനല്ലായിരുന്നു രാജ്ഞി, പവർ ടീമുകാരായിരുന്നു എന്ന് നമ്മുടെ ശ്വേത എടുത്ത് പറയുന്നു. സത്യമല്ലേ? ശ്വേത അവിടെ അടുക്കളപ്പണി ചെയ്യാൻ വേണ്ടി നിന്നു, എന്നിട്ട് പവർ ടീമുകാർ ചെയ്യിപ്പിക്കാൻ നിന്നു.
അവിടെ നടന്നുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് ഇവർക്ക് ടീമിനെ വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റിയില്ല? ഇവർക്ക് ആരുടെ ഒരു നയപരമായിട്ട് സംസാരിക്കാൻ അറിയില്ല. ഇവർക്ക് വലിയൊരു മുതലാളിമാരായിട്ട് ഇങ്ങനെ വലിയ ഒക്കത്തിരിക്കാൻ മാത്രമേ ഇവർക്ക് അറിയത്തുള്ളൂ. ആരുടെടുത്തും താന്ന് കിടന്ന് സംസാരിക്കത്തില്ല, ഒരു പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കത്തില്ല. എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ എരുതി എണ്ണ ഒഴിക്കാൻ ശ്രമിക്കും. ഇതൊക്കെയാണ് പവർ ടീം ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. കഴിഞ്ഞ ആഴ്ച മൊത്തം ഒരു നെഗറ്റീവായിരുന്നു ആ ഒരു വീട്ടിനകത്ത്. ആകെ ഉണ്ടായിരുന്നൊരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ സാബു മോനും ശ്വേത മോനും വന്നത് മാത്രമേ ഉള്ളായിരുന്നു അല്ലേ. മാത്രമല്ല നമ്മുടെ ആ ശരണ്യയുടെ ആ ഒരു ഫുഡ്, നമ്മൾ മുട്ട ഉണ്ടാക്കി ആ ഒരു താഴെ ഇട്ടിട്ട് അതെടുത്ത് കൊടുത്തില്ലേ, അതൊക്കെ കാണിച്ചു ലാലേട്ടൻ കേട്ടോ. അതായത് ആ മുട്ട താഴെ ഇട്ടു, ആ മുട്ട താഴെ ഇട്ട മുട്ട കഴിച്ചത് നമ്മുടെ ഋഷി പവർ ടീമും ഒക്കെയാണ്. എന്തായാലും അതെല്ലാം കാണിച്ചു. പക്ഷെ എന്നിട്ടേ ആ മുട്ട ഉണ്ടാക്കിയ തറ ഇട്ടിട്ട് അതായത് തല തേച്ചു ശരണ്യ. ഇതൊന്നും ഒരു വൃത്തിയില്ലായ്മയായിട്ട് ആർക്കും തോന്നുന്നില്ല. അവരവർ ചെയ്യുമ്പോൾ ഒക്കെ അടിപൊളി. ഇതൊക്കെ പറയുമ്പോൾ ചിരിക്കുവാണ്. തൻ്റെ വൃത്തിയില്ലായ്മയെക്കുറിച്ച് പറയുന്നത്, എന്നിട്ട് പോലും കിടന്ന് ചിരിക്കുകയാണ് ശരണ്യ ചെയ്യുന്നത്. അപ്പം മറ്റുള്ള എല്ലാവരും കണക്കാണ് ആ വീട്ടിൽ, ആരും മോശമൊന്നുമല്ല, എല്ലാവരും കണക്കാണ്. എന്തായാലും ഇതെല്ലാം എടുത്ത് കാണിച്ചു ലാലേട്ടൻ. എല്ലാവരുടെ കള്ളക്കളികളെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നു, പ്രത്യേകിച്ച് നമ്മുടെ അൻസിബയുടെ. എന്തായാലും കണ്ടു തന്നെ അറിയാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. കൂടുതൽ അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം.